ഹലോ മക്കളെ, എൻ്റെ പേരാണ് മാനസി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകതരം ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനൊരു ഹിന്ദിക്കാരിയാണെങ്കിലും ഞാൻ മലയാളം ഒരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ ഹിന്ദി അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു വിഷയമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് 9th ഒരു വളരെ ഈസിയും ലളിതവും സരളവുമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? ആദ്യം തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് കളക്ഷൻ, ഓർഗനൈസേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് നമ്മുടെ വീടുകളിലേക്ക് വന്നിട്ട് എത്ര ആൾക്കാരുണ്ട്, ഓരോ ആൾക്കാർക്ക് എത്ര വയസ്സുണ്ട്, എന്തുവരെയും പഠിച്ചു, ജോലിയുണ്ടോ ഇല്ലയോ, അതെല്ലാം നമ്മൾ അന്വേഷിക്കും. എന്തിനാണ്? ഇപ്പം ഗവൺമെൻറ്റിന് റെക്കോർഡ് വേണം. എത്ര കുട്ടികളുണ്ട്, അല്ലേ? എത്ര ന്യൂ ബോൺ ബേബീസ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോളിയോ ഡ്രോപ്സും മറ്റ് വാക്സിനേഷൻസും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻസൊക്കെ ഗവൺമെൻറ്റിന് പ്രൊക്യൂർ ചെയ്യാനും അത് അതൊക്കെ അവൈലബിൾ ആക്കാനും, പിന്നെ പ്രായമുള്ള ആൾക്കാർക്ക് അതനുസരിച്ച് ഉള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനോ, പിന്നെ എത്ര എംപ്ലോയിഡ് പീപ്പിൾ ഉണ്ട്, എത്ര അൺഎംപ്ലോയിഡ് ആൾക്കാരുണ്ട്, അതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് സർവേസ് നടത്തും, സെൻസസ്. എന്നിട്ട് അതിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, പ്രൈവറ്റ് കമ്പനീസ് ആയാലും ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന, ഇപ്പം സപ്പോസ് സർഫ് എക്സലിൻ്റെ കമ്പനിയുടെ ആൾക്കാർ വന്നിട്ട് എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെ കളക്ട് ചെയ്യും. എന്താണ്, നിങ്ങൾ ഏത് സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഏത് ഡിറ്റർജൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഡേറ്റ കളക്ട് ചെയ്യും. പിന്നെ എത്ര കിലോ, ഒരു മാസം എത്ര കിലോ ആവശ്യം വരുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ആ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ സർഫ് എക്സൽ എന്ന കമ്പനിക്ക് ഒരു ഇത് കിട്ടും, എന്തുമാത്രം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതനുസരിച്ച് അവരുടെ പ്രൊഡക്ഷനും അവരുടെ പ്രോഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. സോ പിന്നെ സ്പോർട്സിലൊക്കെ റൺ റേറ്റ്, അല്ലേ? പിന്നെ റൺ റേറ്റും, പിന്നെ ഫുട്ബോളിൽ ആ ഒരു ദ ഗ്രാഫ് ഓഫ് ഹൗ ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് പെർഫോമൻസിൻ്റെ, അപ്പോൾ അതൊക്കെ നമുക്ക് റൺ റേറ്റ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഗ്രാഫ് ഉപയോഗിക്കുന്നു. പിന്നെ കമ്പനിയുടെ സെയിൽസ്, അപ്പോൾ എന്തുമാത്രം പ്രോഡക്റ്റ് സെയിൽസ് നടന്നു, അപ്പം ഏത് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത്, അപ്പോൾ ആ റീജിയനിൽ കൂടുതൽ പ്രൊഡക്ഷൻ വേണം. പിന്നെ നമ്മുടെ പ്രൈസ്, അപ്പം കുറച്ചും കൂടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പ്രൈസിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ ഈ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് കളക്ഷൻ. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനും, പിന്നെ ഓർഗനൈസേഷൻ മീൻസ് അതിനെ ഓർഗനൈസ് ചെയ്യാനും, പിന്നെ അനലൈസ് ചെയ്യാനും, പിന്നെ ആ അനാലിസിസിലൂടെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും നമ്മളൊരു തീരുമാനം, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തീരുമാനം എടുക്കാൻ പറ്റണം. പിന്നെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണത്? എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് ഫാക്ട് ഓർ ഫിഗേഴ്സ് കളക്റ്റഡ് ഓർ റെപ്രസെൻറ്റഡ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ് ഈസ് കോൾഡ് ഡേറ്റ. അപ്പം ഡേറ്റ കളക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ചുമ്മാ പോയി കുറച്ച് ഡേറ്റ കളക്ട് ചെയ്ത് എന്നിട്ട് കാര്യമുണ്ടോ? അതിൽ ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ മീൻസ് ഒരു ഇൻഫർമേഷൻ, അത് ഫിഗേഴ്സിലല്ലെങ്കിൽ ഫാക്ട്സിലായിരിക്കും. അപ്പോൾ അതിനെയാണ് ആ ഇൻഫർമേഷന് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോയി ഒരു കമ്പനിക്കാർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഇപ്പോൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റേനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. Primary data is a type of data that is collected by the researchers directly from the main sources through interviews, surveys, experiments, etc. അപ്പം നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ജനങ്ങളിൽ നിന്നും ആൾക്കാരുടെ കയ്യിൽ നിന്നും നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പുതിയൊരു പെന്നിൻ്റെ ഒരു കമ്പനി തുടങ്ങി. സപ്പോസ് ദിസ് എ new company, this is a pen.
അപ്പോൾ ഈ പെൻ അവർക്ക് സെയിൽ ചെയ്യണം. പെൻ സെയിൽ ചെയ്യണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് ഒരു ടി വിയിലും റേഡിയോയിലൊക്കെ അഡ്വർടൈസ് ചെയ്തു. ബട്ട് ആൾക്കാരുടെ എന്താ പറയുക, ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. മീൻസ് ലൈക്ക് ഫോൺ നമ്പറിൽ ഇതിൻ്റെ ഓഫേഴ്സ് എത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചും കൂടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇപ്പം വോഡാഫോണും ജിയോ പിന്നെ ഐഡിയോ സ്വന്തം ചെയ്തത്. അപ്പോൾ BSNL ഐഡിയ ജിയോയിൽ നിന്നൊക്കെ ജിയോ കമ്പനിക്കാരെ ഈ പെൻ മാനുഫാക്ചറിങ് കമ്പനി കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സിൻ്റെ നമ്പർ ചോദിച്ചു. അപ്പം ഇപ്പോൾ ജിയോ, ഫോർ എക്സാമ്പിൾ ജിയോയുടെ കയ്യിൽ സേ 90 lakh 90 lakh കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പേഴ്സ് ഉണ്ട് ജിയോയുടെ കയ്യിൽ. അപ്പം ഈ പെൻ ലെക്ചർ എന്ന് പറഞ്ഞ പെൻ കമ്പനിക്കാർ ഇപ്പോൾ സപ്പോസ് പുതിയ ഇതാണെന്ന് വിചാരിച്ചു, കമ്പനിയാണെന്ന് വിചാരിച്ചു ലെക്ചർ. അപ്പോൾ ലെക്ചറിൻ്റെ പെന്നിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഓഫർ, അതിൻ്റെ റേറ്റ് ഡിസ്കൗണ്ടൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സ് കളക്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്താണ്, ഓൾറെഡി ജിയോക്കാരുടെ ഓൾറെഡി 90 lakhs കസ്റ്റമേഴ്സിൻ്റെ ഇതുണ്ട്. 90 lakh കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാബേസ് ഓൾറെഡി ഉണ്ട്. അപ്പം ഈ ലെക്ചർ എന്ന് പറഞ്ഞ പെൻ കമ്പനി അവരുടെ നിന്ന് 90 lakh ഡേറ്റ. ഇപ്പോൾ ഓക്കെ, ദേ ഹാവ് ടു പേ എമൗണ്ട്, സേ 1 lakh rupees കൊടുത്താൽ അവർക്ക് 90 lakhs ഫോൺ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ എന്താ ഗുണം, ആ 90 lakhs ഫോൺ നമ്പേഴ്സ് പെൻ കമ്പനിക്ക് കിട്ടിയാൽ പെൻ കമ്പനി വിൽ സെൻഡ് മെസ്സേജ്, അല്ലേ, മൾട്ടിപ്പിൾ മെസ്സേജ്. ഒറ്റയടിക്ക് തന്നെ എല്ലാം ഈ 90 lakh പീപ്പിളിനും യൂസേഴ്സിന്, ഫോൺ യൂസേഴ്സിൻ്റെ കയ്യിൽ ഒറ്റയടിക്ക് എന്ത് കിട്ടും, മെസ്സേജ് പോകും, അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് പോകും. സോ ഹിയർ തിങ് ഈസ് ദാറ്റ് സെക്കൻഡറി ഡാറ്റ ഈസ് ഡാറ്റ വിച്ച് ഇസ് ഓൾറെഡി സ്റ്റോർഡ്. അപ്പം ജിയോക്കാരുടെയിലും BSNLൻ്റെയിലും ഓൾറെഡി ഡാറ്റയുണ്ട്. ആ ഡാറ്റ അവർക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഫോർ എനി അതർ പർപ്പസ്, സോ ദാറ്റ് ഡാറ്റ ഈസ് കൺസിഡർഡ് ടു ബി സെക്കൻഡറി ഡാറ്റ. സോ ദാറ്റ് ഇസ് എ വെരി സിമ്പിൾ തിങ്. ഇപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ കമ്പനിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു കുറേ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷൻ വേറെ ആൾക്കാർക്ക് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിന് സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. സോ യു ഹാവ് ടു റിമെമ്പർ ദി ഡെഫിനിഷൻ ഓഫ് ദീസ് ടു തിങ്സ്. So here secondary data means secondary data is the data collected by any third party for a different purpose other than the user. The definition you have to memorize. ഇനി ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിപ്പോൾ പ്രൈമറി ഡേറ്റ ആയാലും സെക്കൻഡറി ഡേറ്റ ആയാലും ഡേറ്റ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. ആഫ്റ്റർ കളക്ടിങ് ദ ഡേറ്റ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രസൻറ്റ് ഇറ്റ് ഇൻ എ മീനിങ് മാനർ. ദർ ആർ മെനി വേസ് ടു പ്രസൻറ്റ് ഡേറ്റ. അപ്പോൾ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്ന ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, പിന്നെ ഗ്രൂപ്പ്ഡ് ഡേറ്റ ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. ഈ അൺഗ്രൂപ്പ്ഡ് എന്താണ്, ഗ്രൂപ്പ്ഡ് എന്താണെന്ന് ലെറ്റ് us see what it is. അപ്പോൾ ഈ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഡേറ്റ എന്ന് പറയുമ്പോൾ if there is no change in the data and it is the same from as it is collected, then it is said to be raw data. നമ്മൾ കളക്ട് ചെയ്ത അതേപോലെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതേ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയും. ആ ഡേറ്റയിൽ നമ്മൾ കളക്ട് ചെയ്ത ഡയറക്റ്റ്ലി കളക്ട് ചെയ്ത ഡേറ്റയിൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡേറ്റയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്ത ഡേറ്റയിൽ ഒരു വ്യത്യാസം ചെയ്യാതെ കൊണ്ട് നമ്മളൊരു ഗ്രൂപ്പിങ്ങോ ഒന്നും ചെയ്യാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആ ഒരു സ്റ്റൈൽ, ആ ഒരു ഇതിനെ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ the marks obtained by 10 students in maths tests are this one. അപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ പോയിട്ട് അവർക്ക് ഒരു ടെസ്റ്റിൽ ഇത്ര കുട്ടികൾക്ക് ഇത്ര മാർക്സ് കിട്ടി. ആ മാർക്സ് അതേപോലെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയും എന്താണ്, അൺഗ്രൂപ്പ് ഡേറ്റ. ഇതിലിപ്പം ഇൻക്രീസിങ്ങോ ഡിക്രീസിങ് ഓർഡറിൽ പ്രസൻറ്റ് ചെയ്തോ? ഇല്ല, പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അത് അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ കളക്ട് ചെയ്ത് അതേ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. പിന്നെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒബ്സർവേഷൻസിലുള്ള ഏറ്റവും ചെറിയ വാല്യൂവും ഏറ്റവും വലിയ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്.
So the difference between highest and lowest numbers of data is called range. അപ്പോൾ ഇവിടെ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്, ഏറ്റവും ചെറിയ വാല്യൂ, പിന്നെ ഏതാണ് ഏറ്റവും വലിയ വാല്യൂ. ഇപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 36 അല്ല 25 ആണ് 25. പിന്നെ ഏറ്റവും വലിയ വാല്യൂ ഏതാ? 95. അപ്പോൾ 95 മൈനസ് 36 ചെയ്ത് കഴിഞ്ഞാൽ, അല്ല 95 മൈനസ് 25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ വാട്ട് ഈസ് റേഞ്ച് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എക്സാംസിൽ. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടെ റേഞ്ച് എത്രയാണ്? 70. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു ഡാറ്റയിൽ നമുക്ക് റേഞ്ച് എത്ര കിട്ടി? 70. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചേക്കണം മക്കളെ. ഞാൻ അടുക്കളയിൽ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാണ് ഞാൻ വന്നത്? നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരാനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണം കേട്ടോ. ചേച്ചീനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ കൃത്യനിഷ്ഠയോടെ ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും വേറെ ഒന്നും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പാട്ട് കേൾക്കാൻ പാടില്ല, വായി നോക്കാൻ പാടില്ല, ഒരു കാര്യവും വേറെ ഒരു അനാവശ്യ കാര്യം ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. റെഡി? 1 2 3. യെസ്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വേണ്ട. നമുക്കിനി എന്താ പറയുക, കുറച്ചും കൂടെ ടേംസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ചില ടേംസ് മനസ്സിലാക്കാനുണ്ട്. എന്താണത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഫ്രീക്വൻസി. ഇപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു നമ്പർ, ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് മീൻസ് ഒരു ഡാറ്റയിൽ ഒരു നമ്പർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുവാണ്, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ വലിയൊരു ഡാറ്റ ആയിരിക്കും. ആ ഡാറ്റയിൽ ചിലപ്പോൾ ഒരു നമ്പർ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ 2 പ്രാവശ്യം, ചില നമ്പേഴ്സ് 3 പ്രാവശ്യം. അപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഈ ഏജ് 12 എന്ന് പറയുമ്പോൾ 12 വയസ്സ്. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. 13 വയസ്സുള്ള എത്ര കുട്ടികളുണ്ട്? 13 children are there. Age 14 years ഉള്ള എത്ര കുട്ടികളുണ്ട്? 27. And how many students are there, or how many children are there of 17 years of age? Only one. അല്ലേ? അപ്പോൾ 17 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുള്ളൂ. ഇവിടെ 16 വയസ്സുള്ള 3 കുട്ടികളുണ്ട്. അങ്ങനെ. അപ്പം ഇതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു നമ്പർ, ഒരു ഒബ്സർവേഷൻ, ഒരു വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് ടൈംസ് ദി ഐറ്റം കംസ് ഇൻ ദി ടേബിൾ. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. വെൻ ദി നമ്പർ ഓഫ് ഐറ്റംസ് ഈസ് ലാർജ് then we can convert it into tabular form which is called frequency distribution. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 12നെ 2 ടൈംസ് എഴുതണം, 12,12. പിന്നെ അത് കഴിഞ്ഞിട്ട് 13 എത്ര പ്രാവശ്യം എഴുതണം? 13 ടൈംസ് എഴുതണം അല്ലേ? 13,13,13,13, അങ്ങനെ എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് 14 എത്ര പ്രാവശ്യം എഴുതണം? 27 ടൈംസ് എഴുതണം. അപ്പോഴത്തേക്കും വലിയ ഇപ്പം 100 ടൈംസ് ഉള്ള റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആ നമ്പർ 100 ടൈംസ് എഴുതണം. അപ്പോൾ അത്രയും സമയം നമുക്ക് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എഴുതും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി എന്താണ് 14 എന്ന് പറഞ്ഞ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾ എത്ര എണ്ണമുണ്ട്? 27 കുട്ടികളുണ്ട്. സോ ലൈക്ക് ദാറ്റ്. സോ ഇൻ ദിസ് കേസ് ദിസ് ഈസ് ഏജ് ആൻഡ് ദിസ് ഈസ് നമ്പർ ഓഫ് what times they are repeating. So frequency distribution is what? The number of items. When the number of items is large, then we can convert it into tabular form, which is called a frequency distribution table. ഇനി അടുത്തതായിട്ട് ചേച്ചി നിങ്ങളോട് പറയാൻ പോണ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതാണ്? ക്ലാസ് ഇൻ്റർവെൽ, അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്. ഇതാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഗ്രൂപ്പ്ഡ് ഡേറ്റയെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താണ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ പറഞ്ഞു. ഈ പ്രാവശ്യം ഗ്രൂപ്പ്ഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ നമ്മൾ എന്താണ് ടു പ്രസൻറ്റ് വെരി ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ ഡേറ്റ
വി യൂസ് ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനത്തെ സമയത്താണ് ഉപയോഗിക്കുന്നത്? വെൻ ദർ ആർ വെരി ലാർജ് നമ്പേഴ്സ്, കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ, കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് റെപ്രസെൻ്റ് ചെയ്യും ഗ്രൂപ്പ് ഡേറ്റ. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ, ദ ഗ്രൂപ്പ് യൂസ് ടു ക്ലാസിഫൈ ദ ഡേറ്റ ഈസ് കോൾഡ് ദ ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ നമ്മൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. സോ ദീസ് ആർ ദി ക്ലാസ് ഇൻ്റർവെൽ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ കുറേ ക്ലാസ് ഇൻ്റർവെല്ലിലോട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 10, ഇവിടെയും 10. അപ്പം ദർസ് എ കണ്ടിന്യൂറ്റി അല്ലേ, ഇവിടെയും 10, ഇവിടെ 10. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമ്മളിതിനെ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയും. എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്? അപ്പം ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദാറ്റ്, ഈ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഗ്രൂപ്പ് യൂസ് ടു ക്ലാസിഫൈ ദ ഡേറ്റ ഈസ് കോൾഡ് ക്ലാസ് ഇൻ്റർവെൽ. അപ്പർ ലിമിറ്റ് ഇൻ ഈച്ച് ക്ലാസ് ഇൻ്റർവെൽ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് ദി അപ്പർ ക്ലാസ് ലിമിറ്റ്. അപ്പോൾ ഒരു ക്ലാസ് ഇൻ്റർവെൽ, ഏത് ക്ലാസ് ഇൻ്റർവെൽ എടുത്താലും അതിൻ്റെ ഹയസ്റ്റ് നമ്പർ എന്തായിരിക്കും? ഗ്രേറ്റർ നമ്പർ എന്തായിരിക്കും? അപ്പർ ലിമിറ്റ്. ഫോർ 0 and 10 ഏതാ വലുത്? 10. അപ്പോൾ 10 ആയിരിക്കും അപ്പർ ലിമിറ്റ്, 0 ആണ് ലോവർ ലിമിറ്റ്. 10 to 20 ഇതിൽ അപ്പർ ലിമിറ്റ് ഏതാ? 20. 30 to 40 അപ്പർ ലിമിറ്റ് ഏതാണ്? 40. 50 to 60 അപ്പർ ലിമിറ്റ് ഏതാ? വലിയ നമ്പർ ഏതാ? 60. സോ അപ് ടു 60 ഹിയർ. സോ in this frequency in this എന്താണ് ക്ലാസ് ഇൻ്റർവെൽ, in this class interval ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 10. ഈ ക്ലാസ് ഇൻ്റർവെല്ലോ ലോവർ ലിമിറ്റ് 10, അപ്പർ ലിമിറ്റ് 20. ഈ ക്ലാസ്സിൽ 40 to 50, 40 to 50 എന്ന് പറഞ്ഞ ക്ലാസ് ഇൻ്റർവെല്ലിൽ എന്താണ് അപ്പർ ലിമിറ്റ് എന്താണ്? 30 to 40 40 ആണ്. പിന്നെ ലോവർ ലിമിറ്റ് 30. അതേപോലെ തന്നെ അപ്പം ആദ്യം തുടങ്ങുന്ന നമ്പർ ലോവർ ലിമിറ്റും രണ്ടാമത് എഴുതുന്ന നമ്പർ അപ്പർ ലിമിറ്റും അല്ലേ. അപ്പോൾ 10 and 20, 10 and 20 10 ലോവർ ലിമിറ്റ്, 20 അപ്പർ ലിമിറ്റ്. സോ ഹാവിങ് സെഡ് ദിസ്, ലെറ്റ് us ഇനി ക്ലാസ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് സൈസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയും. ക്ലാസ് സൈസ് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്, ഇവിടെയോ 10. 30 to 40 10, 50 to 60 ക്ലാസ് ഇൻ്റർവെൽ ഈസ് ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ വിഡ്ത്ത് എത്രയാണ്? 10. 40 to 50 ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 50 minus 40 10. അങ്ങനെ. സോ ക്ലാസ് സൈസ് മീൻസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ് സൈസ് കിട്ടും. ഈ ക്ലാസ് ഇൻ്റർവെല്ലിലെ ക്ലാസ് സൈസ് എത്രയാണ്? 20 minus 10 10. ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ ക്ലാസ് സൈസ് എത്രയാണ്? ക്ലാസ് വിഡ്ത്ത് 40 minus 30 10. പിന്നെ ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡിൽ വാല്യൂ. സപ്പോസ് 0 to 10, 0 to 10ൻ്റെ മിഡിൽ വാല്യൂ എത്രയാണ്? 5. അതെങ്ങനെ മനസ്സിലായി? 0 plus 10 divided by 2. ഇനി 10 to 20 ക്ലാസ് ഇൻ്റർവെൽ 10 to 20ലെ ക്ലാസ് മാർക്ക് എത്രയാണ്? മിഡിൽ വാല്യൂ. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2. 10 plus 20 ഡിവൈഡ് ബൈ 2. അപ്പോൾ 30/2. പിന്നെ 40 to 50യുടെ ക്ലാസ് മാർക്ക് എത്രയാണ്? 40 plus 50 divided by 2. അപ്പോൾ 40 plus 50 എത്രയാണ്? 90 divided by 2 45. സോ ദാറ്റ് ഈസ് ദി ക്ലാസ് മാർക്ക്. സോ ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ നടുക്കത്തെ വാല്യൂ. അതെങ്ങനെ കണ്ടുപിടിക്കും? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പ്ഡ് ഡേറ്റ ക്യാൻ ബി ഓഫ് 2 types. വൺ ഈസ് ഡിസ്കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ആദ്യം നമുക്ക് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദി അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഇൻ്റർവെൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ലോവർ ലിമിറ്റ് ഓഫ് ദി നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ. അപ്പം ഇവിടെ എന്താ പറയുന്നത്? അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ്. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് 35 ആണ്. ഈ 35ഉം അടുത്ത ഇൻ്റർവെല്ലിൽ ലോവർ ലിമിറ്റ് 36 അല്ലേ? അപ്പോൾ ഒന്നാണോ? അല്ല. പിന്നെ നെക്സ്റ്റ്
ഇപ്പോൾ 36 to 40. അപ്പോൾ അടുത്ത ഇൻ്റർവെല്ലിൽ അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലിൽ എത്രയാണ്? 41 ആണ് അല്ലേ? അപ്പോൾ കണ്ടിന്യൂറ്റി ഇല്ല. അതേപോലെ തന്നെ 41 to 40, ദിസ് ഇൻ്റർവെൽ ഈസ് 41 to 45. അപ്പം അടുത്തതോ? അപ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റും അതിൻ്റെ അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റും സെയിം ആണോ? അല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലോവർ ലിമിറ്റ് ഓഫ് ദി നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ. അപ്പം ആ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. 46ഉം 50. അപ്പോൾ 46 to 50 എന്ന് പറഞ്ഞ ക്ലാസ് ഇൻ്റർവെല്ലിൽ അപ്പർ ലിമിറ്റും അതിൻ്റെ അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റ് 51 ലോവർ ലിമിറ്റ് സെയിം ആണോ? അല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും. ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ അടുത്ത ക്ലാസ് ഇൻ്റർവെല്ല് 20 ആയിരിക്കും തുടക്കം. അപ്പോൾ അത് അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഇൻ്റർവെൽ ആൻഡ് ദി ലോവർ ലിമിറ്റ് ഓഫ് ദി നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ ഈസ് സെയിം. ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ വന്നപ്പോൾ പറഞ്ഞു അരി അടുപ്പത്തിരിക്കുകയാണ്, അതിപ്പം വെന്ത് കാണും. അപ്പോൾ ഞാൻ പോയി അരി വാർത്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ പഠിക്കാം, ബാർ ഗ്രാഫ് പഠിക്കാം. അതിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എങ്ങനത്തെയൊക്കെയുണ്ട്? ബാർ ഗ്രാഫ് ഉണ്ട്, ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാനൊന്ന് കഞ്ഞി വാർത്തിട്ട് വരാം. ഓക്കെ, എന്നാൽ മക്കളെ ഞാൻ ചെല്ലട്ടെ. ടേക്ക് കെയർ, ബൈ ബൈ.